അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഗിറ്റാർ ട്യൂൺ ചെയ്യാമെന്നാണ്. അപ്പോൾ ട്യൂൺ ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് വേണ്ട കാര്യങ്ങൾ പറയാൻ പോകുന്നത്, അതിന് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് വേറെ ഡിവൈസുകളുണ്ട്, ബട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഗിറ്റാർ ട്യൂണാന്ന് പറഞ്ഞൊരു ആപ്പ് കിട്ടും. ഇതാണ് ആപ്പ്. അല്ലെങ്കിൽ ഗിറ്റാർ ട്യൂണർ എന്ന് പറഞ്ഞ ആപ്പുകളുണ്ട്. കുറേ ടൈപ്പ് ആപ്പുകളുണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ തേർഡ് ആയിട്ടുള്ളൊരു സാധനം വരും. മീൻസ് അതിൻ്റെ ഉള്ള ഓട്ടോമാറ്റിക്കായിട്ട് മോഡ് സെലക്ട് ചെയ്തിടാം. അത് കഴിഞ്ഞാൽ നമ്മൾ വേണ്ടത് ഇത് ഗിറ്റാറിൻ്റെ മേലെ പ്ലേസ് ചെയ്യുക. അത് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യുക. അപ്പോൾ ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഗിറ്റാറ് എൻ്റെ മേലെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് പ്ലേ ചെയ്യാം. പ്ലേ ചെയ്യാൻ ഇതിനെല്ലാതും ഇതിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഉള്ള ടോപ്പ് സൈഡും ഉണ്ട്. ടോപ്പ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഇ തൊട്ടിട്ട് ലോ ഇ വരെയുള്ള പൊസിഷനിലാണ് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ അടിഭാഗത്തെല്ലാം ടൈറ്റ് ആവുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടാണ്. ക്ലോക്ക് വൈസ് ആയിട്ട് മേലുള്ളതൊക്കെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ടൈറ്റ് ആവുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലോക്ക് വൈസ് ആയിട്ട് അടിഭാഗത്തെല്ലാം ക്ലോക്ക് വൈസ് ആണ്. ഈ ഹൈ ഇ ഉള്ള സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈ സൗണ്ട് ഉള്ള സെക്ഷൻ ഫുള്ള് ക്ലോക്ക് വൈസ് ആയിട്ടാണ് ടൈറ്റ് ആവുന്നത്. മേലുള്ളതെല്ലാം ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ടൈറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ പ്ലേ ചെയ്യാണ്. ഞാൻ എല്ലാം കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിത് ഓട്ടോമാറ്റിക് ഇ ആയി. അപ്പോൾ ഞാനിതിപ്പോൾ സിമ്പിളായിട്ട് കാണിച്ചു തരാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇയിൽ ഞാൻ പ്രസ് ചെയ്യാണ്. അപ്പോൾ ഇത് കാണിച്ചിട്ടുണ്ട്. സൗണ്ട് എന്നുണ്ടെങ്കിൽ ലൂസാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് കണ്ടോ, ഓപ്പോസിറ്റ് സൈഡിലാണ് പോകുന്നത്. മീൻസ് ലെഫ്റ്റ് സൈഡിലേക്കാണ് അതിൻ്റെ സിഗ്നൽ കാണിക്കുന്നത്. നമുക്ക് സെൻറ്ററായിട്ടൊരു ലൈൻ പോകണ്ടല്ലോ, അവിടേക്ക് ഇതാക്കണം. അപ്പോൾ നമ്മളിത് ട്യൂൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സൗണ്ട് വന്നതിന് ശേഷം ഇത് അങ്ങോട്ട് നീങ്ങിയല്ലോ. അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമ്മൾ ടൈറ്റ് ചെയ്യുക, ക്ലോക്ക് വൈസ് ആയിട്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയോ, കണ്ടോ ഇപ്പോൾ 16 നമ്മളിപ്പോൾ ഒന്നും കൂടി ഇത് ടൈറ്റ് ചെയ്യാണ്. ഓക്കെ, ടൈറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ക്ലിക്ക് ചെയ്യാണ്. കണ്ടോ ഇപ്പോൾ 0 ആയി. അപ്പോൾ ഒരു സൗണ്ടും ക്ലിക്ക് ചെയ്യുക. അതുമാതിരി നമ്മൾ നെക്സ്റ്റ് എടുത്ത് കാണിക്കുകയാണ്. നെക്സ്റ്റ് ട്യൂൺ ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ അടുത്ത് വേണ്ട നമ്മൾ ബി ആണ്. അപ്പോൾ ബി ക്ലിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജി ആ വരുന്നത്. അപ്പോൾ നമ്മളിത് കുറേ ടൈറ്റ് ചെയ്യാണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യാണ്. ടൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അതൊന്നാലും കുറേ ദൂരെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ അറൗണ്ട് 134 കാണിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇതാണ്. അപ്പോൾ ഞാനതൊന്ന് നന്നായി ടൈറ്റ് ചെയ്യാണ്. ശ്രദ്ധിക്കണം, ടൈറ്റ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ഫുൾ ടൈറ്റ് ചെയ്യാൻ പാടില്ല, പൊട്ടും. അപ്പോൾ നമ്മൾ പതുക്കെ ബിയിൽ നോക്കുകയാണ്. കണ്ടോ, ബി ഇപ്പോൾ എത്രയായി? 42 അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ടൈറ്റ് ചെയ്യാണ് ക്ലോക്ക് വൈസ് ആയിട്ട്. 14 കണ്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും പതുക്കെ ഒരു തരി ടൈറ്റ് ചെയ്യാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ ഒന്നും കൂടിയും ഇപ്പോൾ ടൈറ്റ് കൂടിയെന്നാണ് കാണിച്ചത്. ഇത് റൈറ്റിലേക്ക് കടന്നു. അപ്പോൾ നമ്മളിത് വീണ്ടും ബാക്കിലേക്ക് ഇത്തിരി ലൂസാക്കാണ്. അതിന് വീണ്ടും ഇപ്പോൾ കറക്റ്റായി. കണ്ടോ, ഇനി നമ്മൾ എല്ലാതും കാണിച്ചു കഴിഞ്ഞാൽ കുറേ ടൈം വേസ്റ്റ് ആയി പോകും. അപ്പോൾ നമ്മൾ ഇനി മേലുള്ള ഒരെണ്ണം കാണിച്ചു തരാം. ഇപ്പോൾ ഉണ്ടോ, അതും ഭയങ്കര ലൂസാണ്. ഞാനെല്ലാം ലൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. അത് ലൂസാണ്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങോട്ടാണ് പോകണം. അപ്പോൾ ഇതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഞാനത് ടൈറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊന്നും കൂടി അപ്പോൾ നമ്മൾ വീണ്ടും ടൈറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഉണ്ടല്ലോ, ടൈറ്റ് ചെയ്തപ്പോൾ 32 ആ ലെവലിലെത്തി. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നും കൂടി ടൈറ്റ് ചെയ്യാണ് കുറച്ച്. അത് ഞാൻ രണ്ടെണ്ണം ഒരുമിച്ച് ക്ലിക്കായിപ്പോയി. അപ്പോൾ ഇത് കൂടുതലായിട്ട് ടൈറ്റായിപ്പോയി. അപ്പോൾ നമ്മൾ ബാക്കിക്ക് ഇത്തിരി ക്ലോക്ക് വൈസ് ആയിട്ട് ഇത്തിരി ബാക്കിക്ക് എടുക്കുകയാണ്.
കണ്ടോ ഇപ്പോൾ നമ്മൾ കറക്റ്റായി കണ്ടല്ലേ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ രീതി എന്നുള്ളത്. വീണ്ടും ഇത്തിരി ലൂസാക്കി, അത് വീണ്ടും ഇത്തിരി ഇതായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇത്തിരി ടൈറ്റാക്കി. അപ്പോൾ ഇത് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. കണ്ടോ, ഇനി കുറച്ച് ബാക്കിലേക്ക് എടുത്തു. കണ്ടോ, ഓക്കെ. അങ്ങനെ നമുക്ക് എല്ലാതും ഇതുമാതിരി ടൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിളാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് നമ്മളിത് ചെയ്യുന്നതിന് മുന്നേ, മീൻസ് ട്യൂണിങ്ങിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഗിറ്റാറിൽ ചെയ്യുന്നതിന് ബിഫോറായിട്ട് നമ്മൾ ട്യൂൺ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ട്യൂണിങ് ആണ് മെയിൻ കാര്യം. ട്യൂൺ കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ട് സൗണ്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോഴാണ് എനിക്ക് ഫ്യൂച്ചർ വീഡിയോസും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഇത് ഫോളോ ചെയ്യാൻ മറക്കരുത്.